മീനാക്ഷി, മീനു, ആ ദേവി ഇവിടെ കാണുന്നില്ല. അല്ലേലും പരീക്ഷയുടെ തലേന്നാണല്ലോ അവളുടെ തലയ്ക്ക് ചൂട് പിടിക്കുക. അവിടെ എവിടെയെങ്കിലും മാറിയിരുന്ന് പഠിക്കുന്നുണ്ടാവും. ഇല്ല മീനു, അവൾ ഇവിടെയൊന്നും ഇല്ല. പിന്നെ അവൾ എവിടെ പോവാനാ? പഠിച്ചെഴുതി ജയിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതിന് ആ പ്രിൻസിപ്പലിന്റെ മുറി കയറി ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച് മാറ്റില്ല ഇനി ഒരു വഴിയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു. അയ്യോ, യെസ്, അവൾ പറഞ്ഞത് ചെയ്യും മീനു. ഈശ്വര, അതങ്ങനെ പിടിച്ചാ കഴിഞ്ഞു. അയ്യോ, അവൾ അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പോവാം മീനു. ഓഹോ, അപ്പൊ മൂന്നൂരും കൂടെ ചേർന്നാണല്ലേ? ആ, മൂന്ന് ഞാൻ ഒറ്റയ്ക്ക്. ആ, നടക്കേ. ചാക്കോ, ആ ദേവിയുടെ കൂട്ട സിമി മീനാക്ഷി ഇത്രയ്ക്ക് ചീത്തയാക്കുന്നത് ഇതിപ്പോ ആദ്യത്തെ തവണയല്ല. ആ കുട്ടികളെ കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഉണ്ടാകാം, പക്ഷെ ഏത് വിധിക്ക് ഒരു അപ്പീലില്ലേ? മേഡം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ പിന്നെ അവരെങ്ങോട്ട് പോകും? അങ്കിൾ വിളിക്കുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? എനിക്കൊന്നും അറിഞ്ഞൂടാ. ചാക്കോച്ച് പോയി അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കുക. നാണക്കേട് കൊണ്ട് അവര് വല്ല എന്താളായി കാണിച്ചത്? ആള് ക്ലോസായി. ഇനി എന്താണ് ചെയ്യാ? എന്ത് ചെയ്യാനാ? കൊണ്ടുപോയി കത്തിക്കാം. ഹരി, സിമി ഫ്രണ്ട്സ് ഇന്നോട് വന്ന? ഇല്ല, ഇതിങ്ങോട്ട് കണ്ടില്ലല്ലോ. ആ, എന്തായടാ, കണ്ടോവരെ? ഇല്ലേ, ഇതുവരെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാ തീർന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ദേവിയുടെ കയ്യിൽ സെല്ലുണ്ട്, പക്ഷെ കുട്ടി അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ശരി, എവിടെയെങ്കിലും വെച്ച് കണ്ടാ നീ അപ്പോ വിളിക്കണം. ഓക്കെ? ഷോയൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോടും. വെള്ളം അടിച്ചോർത്തമാർ വരും. ആഹാ, ഇനിയുണ്ട് ഫസ്റ്റ്. അതെ, ഒന്ന് വേഗം ഇറങ്ങി തന്നെ, എന്നിട്ട് വേണം എനിക്ക് വാതിൽ അടച്ച വീട്ടിൽ പോയി. ഇതൊന്ന് ചോദിക്കാനും പറയാനും. നമുക്ക് പോവാം. എങ്ങോട്ട്? വേറെ എവിടേക്ക് പോകാനില്ലെന്നുണ്ടല്ലേ ഈ സിനിമ 4 പ്രാവശ്യം കണ്ടത്. ഇനിയിപ്പോ ഷോ ഇല്ല, അതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് നേരെ പഠിപ്പിക്കാം. മീനു, പോവാം. എവിടേക്കാ പോണേന്ന് അറിയാതെ ഞാൻ ഇവിടെ എഴുന്നേക്കില്ല. മീനു, പ്ലീസ് മീനു. എവിടേക്കാ നടന്നാലേ താൻ എഴുന്നേൽക്കും അല്ലേ? എന്ന് കേട്ടോ, നമുക്ക് കിടക്കാൻ MG റോഡുണ്ട്, അല്ലെങ്കിൽ ബാനർജി റോഡുണ്ട്. ഇതിലേത് വേണമെങ്കിലും തനിക്ക് സെലക്ട് ചെയ്യാം. മീനു, വാ മീനു, പ്ലീസ്. എന്താ സൂര്യപുത്രിമാരാ? അല്ല, പൂലം ദേവിമാരാ. എന്താ അറിയണോ തനിക്ക്? വേണ്ട, ബ്ലഡി ഫൂൾ.
ഇവന് കപ്പ ചുട്ട മറുപടി കൊടുക്കണം. നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? പിന്നെ അവന്റെ ഒരു കൊനിഷ്ഠ ചോദ്യങ്ങളിൽ നിന്റെ ഓരോരോ എടുത്തുചാട്ടം കൊണ്ട് അയ്യോ ദേ ചാക്കോച്ചൻ. അപ്പൻ വെറുതെ അല്ല ലോ കോളേജിൽ പഠിക്കുന്ന എന്നെ തന്നെ മോക്ക് കല്യാണം ആലോചിച്ചത്. ജാമ്യത്തിൽ ഇറക്കാൻ ഒരു വക്കീൽ വേണമല്ലോ. നാണോ ഇല്ലല്ലോ മൂന്നെണ്ണത്തിനും. ചെകിട്ടത്ത് രണ്ടെണ്ണം പൊട്ടിക്കേ വേണ്ടത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ? എന്തോ ചാക്കോച്ച, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇയാളുടെ സഹായം ആവശ്യമില്ല. നടക്കടി. എല്ലാവരും വന്നോളൂ. എടാ എടാ അവക്ക് ജീവനുണ്ട്. നീ ഒഴിക്കടാ. ചേട്ടാ 3 ബുൾസൈൻ കൂടി. കുറെ ആയല്ലോ. ഇതെന്താ ഇനി കഴിക്കാൻ പാടില്ലേ? ഫ്രീ ആയിട്ടല്ലല്ലോ ചോദിക്കുന്നേ. എടി നിനക്ക് എന്തിന്റെ അസുഖ? നീ എന്താ എല്ലാവരോടും ഇങ്ങനെ? മോളെ, നമുക്ക് നേരം വെളുപ്പിക്കണ്ടേ? ചേട്ടന് കച്ചവടം നടക്കും, നമുക്ക് ഇവിടെ രാപ്പാർക്കും ചെയ്യാം. ഈ തല മഞ്ഞ ഒള്ളിക്കല്ലേ? ഓ ചിത്തുല മണപ്പിച്ച് വരിക. മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അവനിന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവൻ ഇങ്ങോട്ട് തന്നെയാ വരുന്ന മുട്ടാൻ. ഹായ്. ഫിറോസ് ഒറ്റയ്ക്കാണെങ്കിൽ ജിത്ത് കമ്പനി തരാം. മൈൻഡ് യുവർ വേർഡ്സ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. വഴിയിൽ നടന്ന് കാണുന്നതിന് കൂടെ കമ്പനി കൊടുക്കും. നമ്മളെ മാത്രം മൈൻഡ് ചെയ്യാൻ. വിടടാ, ഓ മോളെ. വിടടാ. എന്താ ഇന്നവളുടെ അവസാനത്തെ രാത്രിയാ. മീനു, ഇങ്ങനെ ഇരുന്നാ മതിയോ? പോണ്ടേ? മീനാക്ഷി, നമ്മൾ ഇനി എങ്ങോട്ടാ? കൊന്നാലും ഞാൻ വീട്ടിലേക്കില്ല. അവിടെ എന്നെ ആർക്കും വേണ്ട. എങ്ങോട്ട് പോവാനാ? നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഒറ്റ രാത്രി കൊണ്ട് നമ്മള് അനാഥരായ പോലെ. ചാക്കോച്ചൻ, മറ്റാരും അനാഥരാക്കിയതല്ലോ. കയ്യിലിരിപ്പോണ്ട് സ്വയം ആയതല്ലേ. എന്നാ പിന്നെ ചാക്കോ പറ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന്. ആ തൽക്കാലം ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. എവിടെ? അങ്ങോട്ട് പോവാം. വാ പറയാം. ഡോക്ടർ, ഹലോ. അയ്യോ, ഇത് ആരുടെ വീടാ? ഇത് എന്ത് വലിയ വീടാ! കണ്ടിട്ട് തന്നെ പേടിയാവണു അല്ലേ? ശരിക്കും ഒരു ഭാർഗവി നിലയം പോലെ. ഭാർഗവി നിലയമല്ല, അമ്മച്ചി വീട്. ആരുമില്ലേ? ഒന്നിന്റെ ഹുങ്കൊടിക്കാൻ പറ്റിയ ആളെ ഇവിടെ താമസിക്കുന്നത്. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ, ആരാ അവര്? ദ ഗ്രേറ്റ് സൈക്യാട്രിസ്റ്റ് ആൻഡ് താന്ത്രിക് സ്കോളർ. ആരാ? എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഇവിടുത്തെ തമ്പുരാട്ടി അമ്മയൊന്ന് കാണണം. ഡോക്ടർ ത്രിപുര സുന്ദരി വർമ്മ അവരകത്തില്ലേ? പൊയ്ക്കോ. ജീവൻ വേണമെങ്കിൽ എല്ലാവരും തിരിച്ചു പൊയ്ക്കോ. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? സത്യം, അവരിവിടെ ഇല്ല. ഹലോ, അതെ, ഡോക്ടറാണ്. തമ്പുരാട്ടി കാണാൻ വരുന്നവരൊക്കെ പേടിപ്പിച്ച് ഓടിക്കുകയാണല്ലേ? നല്ല ആളെയാ വേലക്ക് നിർത്തിയിരിക്കുന്നത്. അമ്മാനാള് കൊള്ളാം. ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ടോ. പിന്നെ ഞാനും. ഇതെങ്ങനെ ഡോർ തനിയെ തുറന്നു? ചേട്ടാ, ആരെയും കാണുന്നില്ലല്ലോ. ഹലോ ഹലോ ഹലോ, ഇവിടെ ആരുമില്ലേ? ഈ ദേവി, അതൊന്നും തൊടാതെ ഇങ്ങോട്ട് വാ. നേരത്തെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടല്ലോ. ഡോക്ടർ, ഡോക്ടർ, നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം തമ്പുരാട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഫ്രണ്ട് സ്വാമിനാഥൻ, ഡോക്ടറുടെ കസിന. അവൻ വിളിച്ച് പറഞ്ഞതാണ്. അല്ല, ഡോക്ടർ ഇവിടെ ഇല്ലെന്ന് ആ വേലക്കാരൻ പറഞ്ഞല്ലോ. വേലക്കാരനോ? ഞാനല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. പിന്നെ
വരൂ. വാ. തിരസ്കരിക്കപ്പെട്ട, അഭിമാനം നഷ്ടപ്പെട്ട 3 പേർ ഒരിടത്തും അഭയം കിട്ടാതെ അലയുകയാണല്ലേ. ഇന്നു മുതൽ നിങ്ങൾക്കിവിടെ എൻ്റെ കൂടെ താമസിക്കാം. ഞാൻ നിങ്ങളെ വെറുക്കാതിരിക്കുന്നിടത്തോളം കാലം. താങ്ക് യു ഡോക്ടർ. തമ്പുരാട്ടിക്ക് ഒരിക്കലും ഞങ്ങൾ ശല്യാവില്ല. പ്രവചനം വേണ്ട. ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ പിരിയും. ആ ബാഗിനകത്തിരിക്കുന്ന വസ്തു കുട്ടിക്ക് ആവശ്യമില്ലാത്തതാണ്. അതെന്തിനാ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിനകത്ത് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ദാ, എന്താണിത്? അത് ഞാനത് പുഴയുടെ തീരത്ത് വെച്ച് കണ്ടപ്പോ എടുത്തതാ. ഒരു ശരീരം ഒരാത്മാവിന് മാത്രമേ ചുമക്കാവൂ, അല്ലെങ്കിൽ അപകടമാണ്. തൽക്കാലം ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ. ആ, ഇതാണ് നിങ്ങളുടെ മുറി. ചാക്കോയ്ക്ക് ധൈര്യമായിട്ട് പോവാം. കുട്ടികൾ ഇവിടെ സുരക്ഷിതരായിരിക്കും. താങ്ക് യു. വരൂ. അതെ, നോക്കിയേ, ഇനി ഇവിടെയും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. കൂട്ടിയിട്ട് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല, നിന്നോട് പ്രത്യേകിച്ച്. ഇതിന് ഞാൻ അവിടെ ശരിക്കും ഒരാളുണ്ടായിരുന്നു, സത്യമായിട്ടും. നിന്റെ ചാക്കോ ഒരു സ്റ്റുപ്പിഡാണ്. നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടുവന്നത്. ശരിയാ, ഇതിലും ഭേദം വല്ല മെന്റൽ ഹോസ്പിറ്റലും ആയിരുന്നു. പിന്നല്ല. മീനാക്ഷി, നിന്റെ ബാഗിലെ ചെപ്പ് കൂടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? അറിയും. അവരൊരു സാധാരണ സ്ത്രീയല്ല. നമ്മുടെ സ്കെയിൽ വെച്ച് അവരെ അളക്കണ്ട. തുടങ്ങിയല്ലോ മീനാക്ഷിയമ്മയുടെ ഫിലോസഫി ക്ലാസ്സസ്. അതെല്ലാം വെറും കോയിൻസിഡൻസ് അല്ലേ മീനാക്ഷി? നോ, പുറത്തു നിന്നിരുന്ന ആ മനുഷ്യൻ കോയിൻസിഡൻസ് ആയിരുന്നോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. എനിക്കിവിടെ എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നു. ആ തമ്പുരാട്ടിക്ക് എന്തൊക്കെയോ പവർ ഉണ്ട്. ഈശ്വര, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ സാധിക്കും. പാചകം ഇഷ്ടമാണെങ്കിൽ അടുക്കള കയറി വേണ്ടതൊക്കെ കുക്ക് ചെയ്യാം. ഈ വീട്ടിൽ ഇതിനപ്പുറം ഒരിടത്തും സഞ്ചരിക്കരുത്. ബി കെയർഫുൾ. ഈശ്വര, എനിക്ക് ഇനിയും പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കേ. ആരാ ദേവി? ഓ, ഇതാ ലക്ഷ്മിയാ. ന്യൂസ് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് ടു ഹർ. അതെ, കിടക്കല്ലേ? ഞാനും മീനു, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ വായിക്കാൻ പോവാ. കിടക്കുന്നില്ല? ഇല്ല. ഓക്കേ.
കാണുന്നില്ലല്ലോ. വാ നോക്കാം. മീനു, മീനു, മീനു. മീനു, എന്താ മീനു, എന്ത് പറ്റി? ഇതെന്താ? അത് ഓജോ ബോർഡാ. ഓജോ ബോർഡോ? ആ, ഞാൻ കേട്ടിട്ടുണ്ട്. മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓബ്ജക്റ്റ്. എനിക്കിതൊന്നും മനസ്സിലാവില്ല, മനസ്സിലാക്കുകയും വേണ്ട. ആ തമ്പുരാട്ടി പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും കിടക്കരുതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? വേഗം പോയി മുറിന്ന് വാരങ്ങ്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഒരു സാധനം. സാധാരണ പെൺകുട്ടികളല്ലവര്. ദേ ആർ ബ്ലഡി ക്രിമിനൽസ്. ഫാദർ പ്ലീസ്. ചാർലീസ് ഏഞ്ചൽസ് എന്നാണ് അവരുടെ ആംബുലൻസ് വിളിക്കുന്നത്. പോലീസുകാർ അവരെ വെറുതെ വിട്ടാലും ഈ പട്ടത്താഴത്തിൽ അച്ഛൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് മാത്രമല്ല, ഈ കോളേജിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കും. ഈശോയാണ് സത്യം. ഫാദർ പ്ലീസ്, ജീസസിന് വിചാരിച്ച് ഇത്തവണത്തേക്ക് മാത്രം. കർത്താവിന് ശേഷം ശത്രുക്കളെ സ്നേഹിക്കുന്ന ആളെന്ന ബഹുമതി എനിക്ക് വേണ്ട. നോ, അവരുടെ ഇവിടുത്തെ സ്റ്റഡീസ് ഇതോടെ തീർന്നു. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. തനിക്ക് പോകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ സ്തുതി ഇപ്പൊ എനിക്ക് വേണ്ടച്ചോ. ഇന്ന് വെള്ളിയാഴ്ചയാണോ? യെസ്. സോ വാട്ട്? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്ത് കാണുന്നുണ്ടോന്ന്? തമ്പുരാട്ടിയെ. മീനാക്ഷി, സ്വന്തം ശരീരത്തിൽ നിന്നും ആത്മാവിനെ വിഘടിപ്പിക്കാൻ വരെ കഴിവുണ്ട് ഈ തമ്പുരാട്ടിക്ക്. പിന്നെ മറ്റൊരാത്മാവിനെ വിളിച്ചു വരുത്താനാണോ അവർക്ക് പാട്? 6-ാം ഇന്ദ്രിയത്തെ വരെ കീഴടക്കി കാണും അവര്. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. എന്ത് സംശയം? അടുത്തു വരുമ്പോ പാലപ്പൂവിന്റെ മണം, കണ്ണുകൾ നീല ശംഖുപുഷ്പങ്ങൾ, കറുത്ത പട്ടുചേല. മീനാക്ഷി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു തമ്പുരാട്ടി, ഒരു ഓജോ ബോർഡും. ദൈവമേ, ആ ചാക്കോച്ചി ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. നീ പേടിക്കണ്ട. യക്ഷികൾ ഒരിക്കലും യക്ഷികളെ പിടിക്കില്ല. മീനു, മീനു. എന്താ ദേവി? ഏയ് മീനു, ഒന്ന് വേഗം വാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? തമ്പുരാട്ടി മുകളിലത്തെ മുറിയിലെ യക്ഷികളോട് സംസാരിക്കുന്നു. ഒന്ന് വേഗം. അങ്ങോട്ടൊന്ന് പോണ്ടേ മീനു? മീനു നിൽക്കും. ആ തമ്പുരാട്ടി പറഞ്ഞൊക്കെ മറന്നു. നീ ഇവിടെ കാണേണ്ടതേ കാണാവൂന്ന്. കാണേണ്ടതൊക്കെ കാണാൻ, അറിയേണ്ടതൊക്കെ അറിയണം. നീ വരുന്നില്ല. ഓം നമഃ ശിവായ. ഈ ഓജോ ബോർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നളിനിയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്റെ ചോദ്യം, നളിനിയുടെ ഭർത്താവിന്റെ മരണം ആത്മഹത്യയായിരുന്നു എന്നാണ്. അല്ല, കമ്പനി ആവശ്യത്തിന് പോയ ആള് ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ചു എന്ന് എല്ലാരും പറയണേ. സ്വയം വിഷം കഴിച്ച് മരിച്ചതല്ലെങ്കിൽ പിന്നെ ആരാ വിഷം തന്നത്? പറയൂ, നളിനിക്കത് അറിയണം. കൂട്ടുകാരനോ അതോ സ്വന്തം കുടുംബത്തിലുള്ളവരോ? പറയൂ. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇതറിയില്ല. ഇല്ല, ഇപ്പോഴാ രഹസ്യം നമ്മളോട് പറയാൻ ആത്മാവിന് ഇഷ്ടമല്ല. കാരണം അന്യരുടെ സാന്നിധ്യം ആത്മാവ് അറിയുന്നു. നമ്മളെയാണ്. ഏയ്, ചായ ചായ ചായ. ചായ റെഡി, ചായ റെഡി. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ആരെയും കാണാതെ ഇങ്ങനെ. ഒരു ഐഡിയ. നമുക്ക് ഈ തമ്പുരാട്ടിയുടെ റൂമിൽ പോയിരുന്ന് ഓജോ കളിച്ചാലോ? ഓക്കെ, ഓജോ എങ്കിൽ ഓജോ. ഈ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അവിടെ രണ്ടിടത്ത് എന്റെ കസിൻസ് ഉണ്ട് കേട്ടോ. അരൂപിയായ ആത്മാവിനെ നമുക്ക് വിളിച്ചു വരുത്താൻ ശ്രമിക്കാം.
നമ്മുടെ വിളി കേട്ട് അവര് വന്നാ അവരോട് നമുക്ക് നമ്മുടെ ഭാവി ചോദിക്കാല്ലേ? ബെസ്റ്റ്. നിന്റെ ഭാവി അറിയാൻ ആത്മാവിനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാലോ, പാഴായിപ്പോയി മോളെ, പാഴായിപ്പോയി. വെറുതെ അവളെ പുകഴ്ത്തല്ലേ മീനാക്ഷി. ഈ ഓജി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ആത്മാവിനെ ആവാഹിച്ചു കഴിഞ്ഞാൽ കോയിൻ അനങ്ങാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ചോദ്യത്തിന് ശബ്ദരൂപത്തിലല്ല ആത്മാവ് മറുപടി നൽകുക. അപ്പൊ ഈ പ്രേതങ്ങൾ സംസാരിക്കുന്നതോ? ഈ ഹൊറർ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ള സാരിയൊക്കെ കൊടുത്ത് പുതുമഴയായി മിണ്ടാതിരിക്കെ. ബോർഡിലുള്ള കളത്തിലെ ഓരോ അക്ഷരത്തിലേക്കും കോയിൻ അനങ്ങും. ഈ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാൽ ആത്മാവ് പറഞ്ഞ് മറുപടിയായി. മനസ്സിലായോ? മനസ്സിലായി എന്റെ ടീച്ചറേ. വെരി ഗുഡ്, മനസ്സിലായി. എന്നെ കൂടി വാ, അത് നടക്കടി. വാ. തമ്പുരാട്ടി ഇല്ലാത്ത നേരത്തെ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലെങ്കിലോ? ലക്ഷ്യോ പ്രേതോ മറ്റോ വരൂ. ആലത്തൂർ നമ്പിമാരുടെ തറവാട്ടിൽ ജനിച്ചവളാ ഞാൻ. അഷ്ടദിക് പാലകന്മാരെ ആവാഹിച്ചിരുത്തിയ മുത്തശ്ശിയുടെ ധൈര്യം എനിക്ക്. വായിരിക്കും. മീനാക്ഷി, നമുക്ക് ഈ കളി വേണ്ട മീനാക്ഷി. നിനക്ക് എന്തറിയാം? ഇത് പുതിയ കളിയൊന്നും അല്ല. പണ്ട് തറവാട്ടിൽ എന്റെ മുത്തശ്ശി ഈ ചായക്കോപ്പയൊക്കെ വെച്ച് കളിക്കാറുള്ള പ്ലാഞ്ചറ്റ് ഇതൊക്കെ ഒന്ന് തന്നെയാ. എവിടെയോ ജനിച്ച് എവിടെയോ മരിച്ച ഒരു ആത്മാവ് അപരിചിതമായ ഒരു വിരൽ തുമ്പിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസാ. ഇതാ, ഇനി ഒരു ആത്മാവിനെ മനസ്സിൽ വിചാരിച്ച് ഈ കോയിനൊന്ന് അവിടെ വെച്ച്. ഞാനോ? എനിക്ക് പേടിയാ. നിനക്ക് വലിയ ധൈര്യല്ലേ, നീ വെക്ക്. വേണ്ട, എനിക്ക് ഒരാത്മാവിനോട് സംസാരിക്കാനില്ല. വേണ്ട മീനാക്ഷി, നമുക്ക് പോവാം. ഇതൊക്കെ ഒടുവിൽ വലിയ പ്രശ്നമാവും. ഇനി ഞാൻ പറയുന്നത് രണ്ടാളും ഏറ്റു പറയണം. ഓക്കെ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. നമ്മൾ ഒറ്റക്കെട്ടല്ലേ? അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ഒരുമിച്ച് നേരിടണം. അങ്ങനെയല്ലേ? പറയടാ പ്ലീസ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഈ ക്യാൻഡിൽ കെട്ടു. ബുദ്ധൂസേ, ഇത് പ്രേതല്ല, കാറ്റാ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇതൊക്കെ ഫ്രോഡ് നമ്പറുകളാ, ആളുകളെ പറ്റിക്കാൻ. അല്ല, ഏതോ ഒരു ആത്മാവ് വരാൻ ഒരുങ്ങിയതാ എനിക്ക് ഫീൽ ചെയ്യുന്നു. இன்னைக்கு லாஸ்ட் பஸ் ஆக்சிடென்ட். இனி இன்னைக்கு வண்டியே கிடையாது. பாவம் ஏறட்டும். താങ്ക് യു. சார் கொஞ்சம் சீக்கிரம் ஏறுங்க. ഇയാൾ കയറിയിട്ട് വണ്ടി പോയത് തന്നെ. ഇയാൾ എന്താ ഈ കാണിക്കുന്നത്? ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ട തമ്പിയേ. സോറി, ഞാൻ അടിച്ച ബ്രാൻഡ് മാറിപ്പോയി. അതാ ഈ താളം തെറ്റേ. നാട്ടുണ്ടോ? എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായി. ഇതേ നാടൻ മാറ്റാ. ഫോറിൻ ട്രൈ ചെയ്ത് കിട്ടിയില്ല. ട്രൈ? ഓ വേണ്ടേ, ഒരിക്കലും മറക്കില്ല കേട്ടാ. താങ്ക് യു.
സോറി. By the way, I am Ram. പേടിക്കണ്ട, ഞാനും മലയാളിയാണ്. We are all Malayalis. എന്താ പരിചയപ്പെടണ്ടേ? വേണ്ട. അതെ, ഇയാൾക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലിരിക്കാൻ. ഇല്ല, നീ സത്യമായിട്ടും ഇല്ല. അല്ല, ഇവിടെ ഇരുന്ന എന്താ സംഭവിക്കാന്ന് അറിയണല്ലോ. അങ്ങോട്ട് പോയിരുന്നേ. അതെ, ഒന്നും സംഭവിക്കണ്ട. ചേട്ടൻ അങ്ങോട്ട് മാറിയിരുന്നേ. അതാ നല്ലത്. നമുക്കെന്താ പ്രോബ്ലം? പക്ഷേ എനിക്ക് ഇത് തീർക്കാൻ നിന്റെ വണ്ടിയുടെ ആവശ്യമൊന്നും ഇല്ലടേ. என்ன சார் இப்படியല്ലോ சின்ன பசங்க மாதிரி சார் வந்து ஃப்ரண்ட்லயே உட்காருங்க. அது நியாயம். நீ என் நண்பன். உன் பேர் என்ன? என் பேரா சீரவேணு பாண்டியன். ஆனா நான் உன்னை சீருன்னே വിളിക്കും. ஆமா சார். സമ്മതിച്ചോ? സമ്മതിച്ചു. എടാ, ഇങ്ങനെ കുടിക്കാതെ കൂമ്പ് പാടിപ്പോവും. എടാ, ഈ കൂമ്പെന്നൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂ? മനസ്സിലാവും സാർ. എനിക്ക് വന്ന് ചിന്ന വയസ്സിലേ കൂമ്പ് പാടി പോச்சு. എനിക്ക് ഈ കള്ളുകൂടിയന്മാരുടെ കൂടെ ശരിയാവില്ല. വേണങ്ങല്ലേ പെങ്ങളെ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഉടനെ വിട്ടെ. ഇത് ഫിനിഷ് ആണാ ഞാനും റെഡി. രണ്ടുപേരും റെഡിയാകുമ്പോഴേക്കും ഞങ്ങൾ നടന്നെത്തിക്കോളാം. അപ്പോഴേ ചേട്ടാ, ഈ ചെക്ക് പോസ്റ്റ് മാറ്റിക്കാൻ ഞങ്ങൾ ഇറങ്ങട്ടെ. നിക്ക് എല്ലാത്തിനും ഒരു പൊൻ വഴിയില്ലേ പെങ്ങളെ. എടാ ചീരു, നീ വണ്ടി എടുക്കണം. ബാക്കി നമുക്ക് ഇത് വണ്ടി എടുക്കണ്ട കീഴുകുട്ടാ. റെഡി തലൈവരെ. വണ്ടിക്ക് ഏതോ ചിന്ന പ്രോബ്ലം. ഒരു നിമിഷം. എന്നാ ചീരു, എന്നെ പ്രോബ്ലം? இல்ல தலைவா, ஒரு சின்ன ப்ராப்ளம். இப்ப சரி பண்ணிரலாம். ஏதாவது ஹெல்ப் வேணுமா? தலைவரே, நான் தனியே பண்ணிரலாம். நான் சரி பண்ணிரலாம். നീ ശരി പണിയില്ലേ? എനിക്ക് കുഴപ്പമില്ല. അതെ, ഇയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇയാൾ വെള്ളം അടിച്ച് ഊരി തണ്ടാൻ ഇറങ്ങിയിരിക്കല്ലേ. ചേട്ടാ, ഇത് വലിയ കോടാലിയായല്ലോ. എനിക്കൊന്നും പറയാനും പാടില്ലേ? അല്ല, അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ മനഃപൂർവ്വം അടക്കാൻ അറിയിരിക്കുക. ലുക്ക് ഗേൾസ്, ഞാനൊരു വേദനിക്കുന്ന മദ്യപാനിയാണ്. നിങ്ങളായിട്ട് എന്റെ വേദന കൂട്ടണം പ്ലീസ്. അണ്ണാ, ഇതുപോലെ നടക്കോ? ഇല്ല തമ്പി, നാളെ കാലയില് മെക്കാനിക്ക് വരെ വേണം. എന്താ പറഞ്ഞേ? നാളെ രാവിലെ മെക്കാനിക്ക് വരാതെ ഈ വണ്ടി ഇവിടെ നിന്ന് ഒരു അടി മുമ്പോട്ട് പോവില്ല എന്നാണ് അതിന്റെ തമിഴ്, അല്ല മലയാളം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വേല പണലാമേ. ഇന്ന് നൈറ്റ് നമ്മ ലോറിയിലെ തൂങ്ങലാമേ. അയ്യോ, ലോറിയിലോ? ഇവിടെ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? കിട്ടുമല്ലോ. എത്ര ഏക്കർ എടുക്കും? ഇയാളെ കൊണ്ട് വലിയ ശല്യായല്ലോ. ഇവിടെ കിടക്കാൻ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? വേറെ ഇടമാ. ഇങ്ങ പക്കത്തിൽ ഒരു ബംഗ്ലാ ഇருக்கு. அங்க பாஸ்கர்னு ஒரு வாட்ச்மேன் இருக்கு. அவன் என் ஃப்ரெண்டு. அவன் கிட்ட போய் என் பேரு சொன்னா போதும். போதும். அப்போ உன் பேர் என்ன? என் பேரு சீரு. சீரு, சீரு. ரொம்ப தேங்க்ஸ் அண்ணா. தலைவரே, நீங்க எங்க போற? நான் அவரு கூட போறேன். இன்னைக்கு இந்த லோറിയിல നമുക്ക് சேர்ந்து தூங்கலாமே. വേണ്ട ചീരു, ഞാൻ ഇന്ന് അവരുടെ കൂടിക്കോളാം. നമുക്ക് നാളെ കാണാം. നാളെ കണ്ടിപ്പാ വരുവാ. വരും. தலைவரே, நீங்க எனக்கு கடவுள் மாதிரி தலைவரே. இன்னைக்கு நைட்டு ഞാൻ തനിയെ തനിങ്ക கடவுளே. വില്യമേ, എന്താ മകനെ, വഴിതെറ്റിയോ? ഇതുവഴി പിള്ളേർ വല്ലതും പോകുന്നുണ്ടോ? ഇതിലൂടെ പോണത് കണ്ടു. കൃത്യമായ വഴി ചോദിക്കായിരുന്നു അബദ്ധായി. നീ വേഗം നടക്കാൻ നോക്ക്. ഓ, ഞാനുണ്ട്. അതെ, ഞങ്ങൾ ഷാപ്പിലേക്കല്ല, കമ്പനി കൂടാൻ. ഓ, ഡീസന്റ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാൾ ഇതിനെ ഞങ്ങളുടെ പുറകെ നടക്കുന്നേ? നിങ്ങൾ എന്തിനാ എന്റെ മുമ്പേ നടക്കുന്നത്? എന്നാ പിന്നെ ഞങ്ങൾ പുറകെ നടക്കാം. വേണ്ട, കോംപ്രമൈസ്. ഞാൻ എന്ത് ഹെൽപ്പ് ഒരു ഹെൽപ്പും വേണ്ട. ചേട്ടൻ കൂടുതൽ സഹായിക്കണ്ട. ഇയാളുടെ കുറുക്കനാണ്. പോകുന്നുണ്ടല്ലേ? ശല്യം കൂടെ തന്നെ വിടാതെ നടക്കും മീനു. വണ്ടി തന്നെ കിടന്നുറങ്ങായിരുന്നു. അത് തന്നെ. ഇതിപ്പോ എവിടേക്കാന്ന് വെച്ചാ രാത്രി എങ്ങനെയാ ബംഗ്ലാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് പോവാം. ഈ വഴി പോയി നോക്കിയാലോ?
വാ 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 വാ. വിനോദം ഒന്ന് പെട്ടെന്ന് നടക്ക്. കണ്ണു കാണണ്ടേ? ഇവിടെ അടുത്തെവിടെയാണെന്നല്ലേ അയാൾ പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ അല്ലേ ഈ ട്രിപ്പിന്റെ ഒരു ത്രില്ല്. ത്രില്ല്. അയാളെവിടെ? ആ കള്ളുകൂടിനെ കാണുന്നില്ലല്ലോ. ശരിയാ, പോയിന്നാ തോന്നുന്നേ. ഓ, ഒരു ശല്യം ഒഴിവായി, സമാധാനായി. ഞാനില്ല കേട്ടോ ഇനി ഒരു അടി നടക്കാൻ. അല്ല, ഇനി എത്ര ദൂരം വെച്ചാൽ നടപ്പ്? കാല് വേദനിച്ചിട്ട് വയ്യ. ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചിട്ടിപ്പോ കാട്ടിനകത്തായി. അതെ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം. ഓ ചാക്കോ, അവരെ ഒറ്റയ്ക്ക് വിടല്ലേ, നീ കൂടെ ചെല്ലി പോ. നിക്ക്, ഇവന്റെ ഒരു കാര്യം. എന്തൊരു സ്ഥലാ ഇത്. പണ്ട് മുത്തശ്ശി പറഞ്ഞ സ്ഥലം പോലെ ഉണ്ട്. അതിനിടയ്ക്ക് രഘുറാം എന്ന് പറഞ്ഞ വേറൊരു കുരിശും. അയാളുടെ ഒരു തട്ടലും മുട്ടലും. ഇപ്പൊ അയാളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ അടി ഞാൻ. ഇതുവരെ പോയില്ലേ? ഞാനിവിടെ പോവാൻ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, മലയാളീസ്. ഇയാൾക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലേ ആ പൂച്ചക്കണ്ണനുമായിട്ട്. ഞാൻ വണ്ടിയിൽ ശ്രദ്ധിച്ചു. തനിക്ക് ശ്രദ്ധിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ല. കിട്ടിയല്ലോ, നീ ഒരു തന്റെ അടിയാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഒരു പാവാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത്ര പാവൊന്നുമല്ല. അത്ര പാവല്ലെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അല്ല, നിങ്ങളെ ആരും പ്രേമിക്കാൻ പറ്റില്ല. നിന്നെ ആരും പ്രേമിക്കാൻ പറ്റില്ല. മോളെ, ഞാനൊരു ഉപദേശം തരട്ടെ. ഫ്രീ ആയിട്ട് പ്രേമിച്ചിട്ടില്ലെങ്കിൽ പ്രേമിക്കും. പ്രേമിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് മക്കളെ, പാഴാക്കരുത്. ചേട്ടാ, ഞങ്ങൾ അല്ലേലേ തളർന്നിരിക്കാം. കുറച്ച് ഡീസന്റ് ആയിക്കൂടെ? ഡീസന്റ് ആണല്ലേ? പ്ലീസ്. ഇനിയും ഡീസന്റ് ആവും. അതെ, അങ്ങോട്ട് മാറി നിന്നിട്ട് ഡീസന്റ് ആയി മതി. മാറി ഇത് എന്തൊരു മനുഷ്യനാ, ഒരു നാണമില്ല. കാടാ, രാത്രിയാ, ഒറ്റയ്ക്കാണ്, പെൺകുട്ടികളാണ്, പേടിയുണ്ടാവും. പക്ഷെ ഒച്ച വെച്ച് എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. ഓക്കെ? വേണ്ട, വിളിക്കില്ല, വിളിക്കില്ല. വിനോദേ, വിനോദ്, ഇത് എവിടെ പോയി കിടക്കും? വഴി മനസ്സിലാവുന്നില്ലല്ലോ. പേടിച്ചു പോയല്ലേ? പിന്നെ പേടിക്കാതെ. വഴി തെറ്റി കിറങ്ങാണല്ലേ? വല്ല ആവശ്യമുണ്ടോ ഈ ചുറ്റിക്കളിക്കൊക്കെ? എന്തോന്ന് ചുറ്റിക്കളി? ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒന്ന് പോയേ. അല്ലെങ്കിൽ ഇവിടെ പ്രാന്തായി. തന്റെ ചുറ്റിക്കളിയും കാങ്ങൊക്കെ ഇതാ അവിടെ ഇരിപ്പുണ്ട്. എവിടെയാട്ടാ? ഓ, ഞാനൊരു പാവം കള്ളുകൂടിയൻ. നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാട്ടെ. ചേട്ടാ പ്ലീസ്. ചേട്ടൻ? ആരാ ചേട്ടൻ? സർ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാമോനെ. നേരെ പോയിട്ട് ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട്. മനസ്സിലായില്ലല്ലേ? നേരെ പോയാൽ ഇടത്ത് ഭാഗത്തിരിപ്പുള്ളവർ. മോനെ, മോനെ, ഇത് അയാളായിരിക്കുന്നേ, ആ രഘുറാം. നിങ്ങൾ ഇങ്ങോട്ട് വാ. അയാളെ വല്ല പുലിയും പിടിച്ചതായിരിക്കുമല്ലേ? എനിക്ക് പേടിയാവുന്ന ചക്കോ. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. ഭാഗ്യം. നീ മിണ്ടാതിരിക്കട്ടെ കരുന്നാക്കെ. മതിയായി, വാ നമുക്ക് പോ. വാ. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യാപകമായി മോഷണം തുടരുന്നു. എടാ കൊച്ചു കള്ള, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആനമല ഗസ്റ്റ് ഹൗസിലേക്ക് വാ, വിവരം അറിയും. മുത്തങ്ങ വാച്ചറ തലക്കടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഗസ്റ്റ് ഹൗസിലുള്ള പുരാവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ് കള്ളന്റെ പതിവ്. എല്ലാ വാച്ചർമാരും ഒരുപോലെയാണെന്ന് കരുതിയാടാ കരുതേ. നിനക്ക് ഭാസ്കരന്റെ തനി സ്വരൂപം അറിയാൻ പാടില്ല. എന്നിട്ടാണ് തട്ടികളെ ഞാൻ ഇവിടെ ഉണ്ടടാ വിലപിടിപ്പുള്ള സാധനങ്ങൾ. ആനക്കൊമ്പ്, മാങ്കൊമ്പ്, മങ്കൊമ്പ്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഭാസ്കരന്റെ അടുത്തേക്ക് പോടാ. എടാ ഭാസ്കര, ഞാൻ എത്തി. വിളിച്ച വിളിപ്പുറത്താണ് ഞാൻ. ആരെയും
കയറി വെല്ലുവിളിക്കരുത്, പ്രത്യേകിച്ച് അനിയനെ പോലുള്ള പൂർ വാച്ച്മാൻ. എവിടെ കലമാൻ കൊമ്പ്? എലിഫന്റ് ടീത്ത്. ആനപ്പല്ലുണ്ടാക്കിയ ആശ്രയ സായിപ്പന്മാർക്ക് വലിയ ഇഷ്ടമായിരിക്കും. സോറി, നിന്നെ കണ്ടാ പറയില്ല. ആന പല്ലു പോയിട്ട് ആന പൂട പോലും ഇവിടെ കാണുകയില്ല. എന്നെ ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനൊരു ബംഗ്ലാവ് ആരും കാണുന്നില്ലല്ലോ. ആരാത്? സത്യം പറ. ബോയ്സിന്റെ സൗണ്ട്, ഗേൾസിന്റെ സൗണ്ട്. എടാ, ഇത് ഫോറസ്റ്റ് ഓഫീസാണോ അതോ ബ്രോത്തൽ ഹൗസ്? ചുറ്റിക്കളിക്ക് ചുറ്റുപാടുണ്ടാക്കി കൊടുത്ത് ചില്ലറ ഉണ്ടാക്കുന്ന പണിയാണ് നിനക്ക്. അല്ലടാ ഭാസ്കര? ഭാസ്കര, ഭാസ്കര. ഓ, അയാൾ ഇതിനകത്ത് ഉണ്ടാവില്ല. ഭാസ്കര, ഭാസ്കര, ഭാസ്കര എന്ന് വിളിച്ച് ഇവിടെ നിന്നോ. ദേ, നമുക്ക് പോവാട്ടോ. വിനോദ, ഈ പാതിരാത്രി ഇനി എങ്ങോട്ട് പോവാനാ? ഇത്രയും നേരം വിളിച്ച അയാളെ കണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. വല്ല മരച്ചോട്ടിലും മറ്റു പോയി കിടന്നുറങ്ങാം. നിങ്ങൾ പോയിക്കോ, ഞാനില്ല. വല്ല കാട്ടാനായിട്ട് ചവിട്ടുകൊണ്ട് ചാവാൻ. ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോളാം. അങ്ങനെ എവിടെയെങ്കിലും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളെങ്ങനെ ഇതിനകത്ത് കയറി? നമ്മൾ എപ്പോഴും എവിടെ എങ്ങനെ എത്തുവാശാനെ? നിങ്ങളുടെ കൂടെ നടന്നിരുന്നെങ്കിൽ എന്റെ കിടപ്പം കാട്ടിലായാലും. ഞാൻ ആനച്ചാലിൽ കൂടെ ഒറ്റ വിടല 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. നമുക്ക് നല്ല മൈലേജ് അല്ലേ? ഇവിടെ വന്നപ്പോ വാതിൽ തുറന്നു കൊടുക്കും. അപ്പൊ വാച്ചർ ഭാസ്കറിന്റെ എവിടെ പോയി? ഭാസ്കർ ഇവിടെ എവിടെയെങ്കിലും കാണുന്നേ. ഭാസ്കരല്ലേ, രാത്രിയിലെ മഞ്ഞല്ലേ, എവിടെയും ചെറിയ ചുറ്റികളി കാണുന്നേ. നിങ്ങൾ വാ, നിങ്ങൾ അകത്തേക്ക് വാങ്ങോളാം. ഗേൾസ്, നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ റിസ്ക് ഒക്കെ എടുക്കുന്നത്, മറക്കരുത്. പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ്, 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 ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. എങ്ങനെയുണ്ട് ഈ കൊട്ടാരം? കൊള്ളാം. നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാണ് വാച്ച്മാൻ ഭാസ്കരൻ ഈ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്നത്. 100 വർഷത്തെ പൊടിയോ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കൊടുങ്കാട്ടിൽ ഇതെങ്കിലും കിട്ടിയല്ലോ, അങ്ങനെ സമാധാനിക്ക്. കാട്ടിനുള്ളിൽ ഒരു കൊട്ടാരം, അതാണ് ഈ കൊട്ടാരം ഉണ്ടാക്കിയപ്പോൾ സായിപ്പിനുണ്ടായിരുന്ന കോൺസെപ്റ്റ്. പക്ഷേ കൊട്ടാര സൂക്ഷിപ്പുകാരൻ ഭാസ്കറിന്റെ കോൺസെപ്റ്റ് വേറെയാ. കാട്ടിനുള്ളിൽ മറ്റൊരു കൊടുങ്കാട്. റൂംസ് ഒക്കെ നല്ല റോയൽ ടച്ച് അല്ലേ? നമുക്ക് കാര്യം ചെയ്യാം, ആ ഭാഗത്തുള്ള റൂംസ് ലേഡീസ് കൊടുക്കാം. അവർക്കാണ് കൂടുതൽ പ്രൈവസി വേണ്ടത്. ലേഡീസ് പ്ലീസ്. നമുക്ക് ആ സൈഡിൽ ഒതുങ്ങാം. എന്താ? നമ്മളോ? കൂടെ കിടത്താൻ പറ്റിയ ഒരാള്, അതും നല്ല ഫോമില്. എന്റെ ഫോമിൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല വിനോദ. ഇയാളില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ പല നായുടെ തരുടെ വായി പോയി ചത്തനെ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. ഇതാണ് മനുഷ്യന്റെ കാര്യം. നന്ദി എന്ന് പറയുന്ന സാധനമേ ഇല്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ മറന്നു. വെരി ബാഡ്. എന്താ ഇത്? ഇതോ? ആ, ഇത് കോടാലി. അത് മനസ്സിലായി. ഇത് എന്തിനാ? വെറുതെ അങ്ങോട്ട് ചെയ്യുന്ന മുറി തുറക്കത്തില്ല. പിന്നെ ഭാസ്കറിന്റെ കയ്യിലെ താക്കോല്. വി ആർ ഇൻട്രൂഡേഴ്സ്, സ്ട്രേഞ്ചേഴ്സ്, ട്രെസ്പാസേഴ്സ്. നമ്മൾ അതിക്രമിച്ച് കടന്നവരാ. നമുക്ക് മുറി തുറക്കണമെങ്കിൽ വെട്ടിപ്പൊളിക്കണം. ഇത് നമുക്ക് കോടാലിയെ ഉറപ്പാ. പാപി ചെല്ലുന്നിടം പാതാളെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കണ്ടിട്ട് ഈ വീട്ടിലും എന്തൊക്കെയോ ഉണ്ട്. എന്ത്? ദേ, തുറച്ച നോട്ടം കണ്ടില്ലേ? ആരുടെ? ഈ സായിപ്പിന്റെ. ആരാണോ വലിയ വാരി നിലവിളിച്ചത്? അയ്യോ, ചോര. എന്താ, കൈ മുറിഞ്ഞോ? അല്ല, മച്ചന്റെ മോളിന്ന് ചോര. അയ്യോ, ഇത് ചോര തന്നെയാണ്. കണ്ടില്ലേ, നല്ല കട്ട ചോര. പക്ഷേ മനുഷ്യ ചോരയല്ല, നോട്ട് ഹ്യൂമൻ ബ്ലഡ്. വിനോദേ, വാ, നമുക്ക് മോളിൽ പോയി നോക്കാം. വാ. വേണ്ട. അയ്യോ, രക്തദാഹികളും മാംസക്കുതിയന്മാരും അലഞ്ഞു നടക്കുന്ന താഴ്വരയാണിത്. സൂക്ഷിക്കണം. അതും നിങ്ങളെ പോലുള്ള സുന്ദരികളായ പെൺകുട്ടികൾ. നിങ്ങൾക്കും അവരുടെ ഒന്ന് പോയിക്കൂടെ? ഞാൻ പോടാം. ശരിക്കും പ്ലീസ്, പ്ലീസ്. ഓക്കെ. ഇതിന്റെ മുകളിൽ ഇപ്പൊ എങ്ങനെ കേറുക? അച്ഛനെ കയറി നോക്കാനൊന്നുമില്ല. വളരെ പൗരാണികമാണ്. പൊത്തിപ്പിടിച്ച് കയറിയ ചിലപ്പോൾ നടുവി. പൂച്ചയും മരപ്പറ്റി തമ്മിലുള്ള മൽപ്പിടുത്തം. ഇറച്ചിക്ക് വേണ്ടി ഈ മൗസ് മീറ്റ്, എലിയുടെ ഇറച്ചി. വാ, പോവാം. ഒരു കുഴപ്പമുണ്ട്. ഒന്നല്ല, മൊത്തം കുഴപ്പം. മച്ചിന്റെ മുകളിൽ എന്താ മീനാക്ഷി ഒരു ഒച്ച കേൾക്കുന്നത്?
ആരോ നടക്കുന്ന പോലെ. ആരായിരിക്കും? എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പേടിച്ചാലോ? ആനമല അടിവാരത്തിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ബസ് സ്റ്റോപ്പ്, എയർ സ്റ്റോപ്പ്, ട്രെയിൻ സ്റ്റോപ്പ്, ബോട്ട് സ്റ്റോപ്പ് മുതലായവ ഉടനടി അടിച്ചു മാറ്റണമെന്ന് അല്ല സ്ഥാപിക്കണമെന്ന് ആനമല ഡെവലപ്മെന്റ് അതോറിറ്റി പ്രസിഡന്റ് ശ്രീ ആനമല ജോളി ഹൈക്കമാൻഡിനോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരാ നിങ്ങള്? അല്ല, ഇവിടെ വേറെ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ വന്നു? എന്നോടാണോ? അതെ. ചോദ്യം എന്നോട് വേണ്ട. ഈ ആനമല ജോളിയുടെ മുഖത്ത് നോക്കി ഇതിനു മുമ്പ് ആരും ഈ ചോദ്യം ചോദിച്ചിട്ടില്ല, അറിയാമോ? അഭിനന്ദിച്ചില്ലെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ അപമാനിക്കരുത് കുട്ടികളെ. സോറി, ഈ ആനമല ജോളി ഞങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഞാനും വോട്ടർമാരുടെ ഇടയിൽ ആനമല എന്നാണ് എന്നെ അറിയപ്പെടുക. ഹൈക്കമാൻഡ് എന്നെ ഹലോ ജോ ജോ എന്നേ വിളിക്കൂ. അങ്ങനെ വിളിച്ചാലേ ഞാൻ വിളി കേൾക്കൂ, ഇല്ലെങ്കിൽ കേൾക്കില്ല. അതാണ് ഞാൻ. പറഞ്ഞു കൊടുക്കൂട്ടി. ആനമല ജോളി കേട്ടിട്ടില്ലേ? ഈ ഭാഗത്ത് വലിയ പുള്ളിയാ. പുള്ളിയല്ല, പുള്ളി. ആ, പുള്ളി. പുള്ളിയൊക്കെ വലിയ പുള്ളി തന്നെയാ. പിടികിട്ടാ പുള്ളി. ചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കോ? ഞാൻ പറയാനുള്ള എവിടെയാണെങ്കിലും പറയും, മനസ്സുണ്ട് കേട്ടാ മതി. നിങ്ങൾ അങ്ങനെ ഇതിനകത്ത് വന്നു? അച്ഛൻ പറഞ്ഞിട്ട്. അച്ഛനോ? ഏതച്ഛൻ? എന്റെ അച്ഛൻ. അച്ഛനെ അറിയോ? ഇല്ല. അറിയാതിരിക്കുന്നതാണ് നല്ലത്. കേടിയ. കേടിയോ? കുറ്റിപ്പുറം ദാമോദരൻ KD. എന്നും ജയിലില്. സ്വാതന്ത്ര്യം കൊതിച്ചു കൊതിച്ചു അവസാനം ജയിലിൽ തന്നെ കിടന്നു. വെള്ളം കിട്ടാതെ പടഞ്ഞു മരിച്ചു. അപ്പൊ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നോ? ഫൈറ്റർ ഒന്നും ആയിരുന്നില്ല.